പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കടുത്ത നടപടികളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് അറിയില്ല. കാരണം ആയിരക്കണക്കിന് ബംഗ്ലാദേശ് പൗരന്മാരെ ഗുജറാത്തിൽ നിന്ന് പിടികൂടുകയും ഇനി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അവരെ പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമുക്കറിയാം, ബംഗ്ലാദേശിലുണ്ടായ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടുന്ന, അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശി സ്വദേശികളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നുൾപ്പെടെ 20ലധികം ഈ ബംഗ്ലാദേശികളെ പിടികൂടുന്ന നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ കാശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ അനധികൃതമായി അല്ലാതെയും കുടിയേറിയ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോകണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ നമ്മെ ഞെട്ടിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നും ഈ ബംഗ്ലാദേശി പൗരന്മാരെ ഗുജറാത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. അത് 1000-ലധികം പേരെയാണ് നിലവിൽ ആ പ്രദേശത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ്, സൂററ്റ് നഗരങ്ങളിൽ നിന്നാണ് അനധികൃതമായി താമസിച്ചിരുന്ന 1000-ലധികം ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 890 പേരെയാണ് അഹമ്മദാബാദിൽ നിന്ന് പിടികൂടിയത്. അതോടൊപ്പം തന്നെ 134 പേരെ ഈ സൂററ്റിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ വർദ്ധിക്കാനാണ് സാധ്യത. ഇനിയും കണക്ക് വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ബംഗ്ലാദേശി സ്വദേശികളെ പിടികൂടിയത് ഗുജറാത്തിൽ നിന്നും മാത്രമാണ്. അതിനേക്കാൾ ഇരട്ടിയിലധികം കാണും ചിലപ്പോൾ ഡൽഹിയിൽ, അതോടൊപ്പം തന്നെ ആസാമിൽ, ബംഗാളിലാണല്ലോ. ബംഗാളുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. അവിടെ നിന്നും നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അവർ ഈ രേഖകൾ, ആധാർ അടക്കമുള്ള രേഖകൾ ഒപ്പിച്ചാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ആ സർക്കാരുകളെല്ലാം വലിയ വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർ സംഭവമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പാകിസ്ഥാനി സ്വദേശികളെയും ഈ നാടുകടത്തൽ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ പല യുദ്ധങ്ങളും പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുണ്ട്, പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ ഇത്രത്തോളം ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യ ഒരു നിലപാടും എടുത്തിട്ടില്ലായിരുന്നു. അവർ തിരികെ പോകണം എന്നുള്ള കർശന നിലപാടുകൾ നമുക്ക് തന്നെ അറിയാം. കണ്ണൂരും ഈ പറഞ്ഞതുപോലെ മലപ്പുറത്തുമൊക്കെ താമസിക്കുന്ന കുറച്ച് പാകിസ്ഥാനി നാം ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം 102 പേരിൽ ഏറ്റവും അധികം ഉള്ളത് കണ്ണൂരിലാണ്. അതെ. മാത്രമല്ല, അതിൽ ഒരു വൃദ്ധനായ ഒരു വ്യക്തി ഇന്നലെ അഭിമുഖത്തിലൊക്കെ വന്നിരുന്നു. അദ്ദേഹം 1971 അടിയന്തരാവസ്ഥ കാലത്ത് എന്തോ പാകിസ്ഥാനിൽ നിന്നങ്ങാണ്ട് വന്നതാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾ, അത് മക്കളും ഒക്കെ ആയിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. അവർക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അതിൽ കേരള പോലീസും ആ നോട്ടീസ് നിർത്തലാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന പിണറായി ഒന്നും അല്ല, അതുകൊണ്ട് പിണറായിയുടെ നോട്ടീസ് എത്രമാത്രം അത് ഫലവത്താകും എന്നുള്ളതും അറിയില്ല. ഏതായാലും കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ ഇന്ത്യൻ ജനത USA-ലും അല്ലെങ്കിൽ പലവിധ രാജ്യങ്ങളിലൊക്കെ താമസിച്ചിരുന്നു, അവരെല്ലാം കുടിയൊഴിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കുടി ഒഴിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഇന്ത്യ ഒരു കടുത്ത നിലപാടെടുക്കുകയാണെങ്കിൽ അതിൽ അംഗീകരിച്ചേ പറ്റൂ. അല്ല, ഇന്ത്യൻ ജനത ഈ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, അവരെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അവർ ജോലിക്ക് വേണ്ടിയാണ് പോയത്. പിന്നീട് അവിടുത്തെ ഉള്ളവർക്ക് ജോലി കിട്ടില്ല എന്നൊരു കാരണം കണ്ടെത്തിയാണ് ഇന്ത്യൻ ജനതയെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ട്, അമേരിക്കയിൽ നിന്നും ഉൾപ്പെടെ. അതുകൊണ്ട് പക്ഷെ ഇന്ത്യ ഇതിൽ നിന്നും ഇനി അവരുടെ പൗരാവകാശം എന്ന് നോക്കേണ്ട കാര്യമല്ല, കൃത്യമായി തന്നെ നടപടി എടുക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇന്ത്യക്ക് പണി വയ്ക്കുകയാണ്, ഇന്ത്യക്കാരെ കൊല്ലുകയാണ്, അവരോട് ഉപദ്രവിക്കുകയാണ്, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അവരെ കൃത്യമായി തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക, അവരെ പിന്തുണയ്ക്കുന്നവരെയും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 1000 ഒന്നും ആയിരിക്കത്തില്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ഇവിടെ കുടിയേറി പാർത്തവർ. അങ്ങനെ വരുവാണെങ്കിൽ 1, 2, 3 പേരുടെ ഒരു നമ്മുടെ അവരുടെ വേദന കണ്ടുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാനും പറ്റില്ല. മാത്രമല്ല, USA പോലുള്ള വൻകിട രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ 7, 6, 8 വർഷം ആകുമ്പോഴത്തേനും ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കൽ സാധാരണമാണ്. ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇതുവരെ അങ്ങനെ ആരെയും നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ആ സ്വീകരണത്തിന്റെ ഫലമാണ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ചങ്ങല ഇട്ടാണ് ഇത് ശരിയാണോ, അങ്ങനെ നാട് കടത്താമോ എന്ന് ചോദിച്ചവരുണ്ട്.
അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരിക്കൽ എല്ലാവരെയും സ്വീകരിച്ചിട്ടേ ഉള്ളൂ, അതിഥി ദേവോ ഭവ എന്നുള്ളത് നമ്മളെപ്പോഴും ആ ഒരു വാക്യം സ്വാംശീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യ ഈ ഒരു കടുത്ത നിലപാടെടുത്തതിൽ അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയതിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിൽ ഇത്തരത്തിൽ ഇന്നാന്ന് തോന്നുന്നു അവസാനത്തെ തീയതി, ഇന്ന് തന്നെ പോകണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ളവർ തന്നെ ഇന്ത്യയെ ഒറ്റുകൊടുത്തിരിക്കാം, ഇതിലുള്ളവർ ചാരപ്രവൃത്തികൾ ചെയ്തിരിക്കാം, അതിനുള്ള തെളിവുകളുണ്ട്, പലരെയും അകത്താക്കിയിട്ടുണ്ട്. ഇതിലുള്ളവർ തന്നെയാണ് ഭീകരന്മാരെ കുടിയൊഴിപ്പിച്ച് ഇതിലുള്ളവർ തന്നെ ഭീകരന്മാരും ആയിരിക്കാം അല്ലേ. ഇപ്പോൾ ബംഗ്ലാദേശ് ഇത്രത്തോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബംഗാളിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും കലാപവും ഈ പറഞ്ഞുള്ള പലരെയും ഉപദ്രവിക്കൽ മാത്രമല്ല എത്രയോ പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ബംഗാളി പൗരന്മാർ ഇത്തരത്തിൽ ഈ ബംഗാളിൽ ഏറ്റവും കൂടുതൽ കുടിയേറി പാർത്തിരിക്കുന്നത് ഈ പൗരന്മാരായതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയും വലിയൊരു കലാപം. വലിയ പ്രതിസന്ധി നമുക്കറിയാം. ഈ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം ഈ CPM അവിടുത്തെ തൃണമൂൽ കോൺഗ്രസും എല്ലാം ഇത്തരം പൗരന്മാർക്ക് നുഴഞ്ഞു കയറി വരുന്നവർക്ക് ഈ ആധാർ ഉൾപ്പെടെയുള്ള ഈ രേഖകൾ നൽകുകയും പിന്നീട് ആ പാർട്ടിയെ മാത്രം പിന്തുണച്ച് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അവിടുത്തെ ബംഗാളിലെ പൗരന്മാർ ആഗ്രഹിക്കുമല്ലോ, ഇയാൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ബംഗ്ലാദേശികളായ നുഴഞ്ഞുകയറ്റക്കാർ ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ ജനാധിപത്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു വഖഫുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് വലിയ കലാപം ഉണ്ടാകുന്നു, ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. അവിടെ അതും ഈ കാശ്മീരുമായി ഒരു താരതമ്യം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അവിടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട് അന്ന് കൊലപ്പെടുത്തിയത് സഖാക്കളെയാണ്. സഖാക്കളെ CPM ഇതിനെതിരായിരുന്നു, വഖഫിന് എതിരായിരുന്നിട്ട് പോലും CPM സഖാക്കൾ ഹിന്ദുക്കളായത് കൊണ്ട് അവരുടെ മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് സമാനമായിരുന്നു കാശ്മീരിലുണ്ടായത്. കാശ്മീരിലും എന്താണ്, അവിടെ ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം. ഇവര് ഈ മതമില്ല, ഈ ഒരു തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോഴും അതിലേക്ക് ഉയരുന്ന പല ചോദ്യങ്ങളുമുണ്ട്. കാരണം ഈ കടന്നു വരുന്നവർക്ക്, ഇന്ത്യക്ക് നിന്ന് പുറത്തു വരുന്നവർക്ക് കൃത്യമായ മതമുണ്ട്, ആ മതത്തെ ഇന്ത്യയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിന് ശേഷം ഈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ വലിയൊരു വിഭജനം ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ. കാരണം അവരതിനുവേണ്ടി ഒരു ശ്രമം തന്നെയാണ് നടത്തിയത്. ഏതാണ്, മതം ചോദിച്ച് കൊലപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും, മുസ്ലിങ്ങൾ വന്നു, മുസ്ലിം തീവ്രവാദികൾ വന്ന് ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദിയാണെന്നൊരു ചിന്ത ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ വലിയ രീതിയിൽ അതിൽ നിന്നും അങ്ങനെ അവരുടെ കുഴിയിൽ വീഴാൻ എന്തായാലും ഇന്ത്യൻ ജനത തയ്യാറായി. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കാശ്മീരിൽ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തിയത് ഏറെ ഭൂരിഭാഗവും മുസ്ലിം ജനവിഭാഗമാണ്. കാരണം അങ്ങനെ ഇന്ത്യയിലുള്ള മുസ്ലിം ഹിന്ദു ഇത്തരത്തിലുള്ളവരെ ഭിന്നിപ്പിക്കുക എന്നുള്ള രീതി നടത്തി. ഇത് പുറത്തുനിന്ന് വരുന്നവരാണ്. അല്ല, അതാണ് ഈ ബംഗ്ലാദേശി സ്വദേശികളെ നാം കണ്ടത്. വഖഫുമായി ബന്ധപ്പെട്ട് ഈ നുഴഞ്ഞു കയറിയവരാണ് ഇതിന് പിന്നിലെന്ന് നാം കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഈ പുറത്തു നിന്ന് വന്നവർ ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കി ഹിന്ദുവിനെ മുസ്ലിമിനെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ എന്നോ ഈ ബംഗ്ലാദേശ് എന്നോ മ്യാൻമാർ എന്നോ അതോടൊപ്പം തന്നെ അങ്ങനെ റോഹിംഗ്യനെന്നോ നോക്കാതെ തന്നെ അവരെ ഇന്ത്യയിൽ നിന്ന് കൃത്യമായി തന്നെ പുറത്താക്കണം. അല്ലാതെ 60-ൽ വന്നു 70-ൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അവരെന്തായാലും അവരുടെ സ്വഭാവം കാണിക്കും. പുറത്തു നിന്ന് വരുന്നവർക്ക്, ഭീകരവാദികൾക്ക് പിന്തുണ നൽകും. അവർ ഒരു സീപ്രസ് ഇല്ല, ഇവിടെ മാറുന്നൊരവസ്ഥ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്, ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കർശന നടപടിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ടായ ആ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള, ചെന്നൈയിൽ ഉൾപ്പെടെയുള്ള, കൊച്ചിയിൽ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിൽ കൃത്യമായ റെയ്ഡുകൾ നടന്നിരുന്നു. പലരെയും പിടികൂടി നാട് കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, കണ്ണൂരുള്ള സ്വദേശിക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് വന്നതിൽ പോലീസ് നിർത്തലാക്കി വെച്ചേക്കുവാണ്. നമ്മുടെ സർക്കാർ അതിന് അനുകൂലമായി തന്നെ നിൽക്കുന്നു എന്നുള്ള നിലപാടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള മറ്റുള്ള സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ ഇത്തരത്തിൽ തീരുമാനിക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ എത്രമാത്രം ശരിയാവും? അല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർ കൃത്യമായി തന്നെ നിലപാടെടുക്കും.
നിലപാടെടുക്കും. കേരള സർക്കാരിനെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല. കാരണം ഈ പോപ്പുലർ ഫണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ റെയ്ഡ് നടക്കുകയും അവർക്കെതിരെ, ആ ഭീകരവാദികൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് എന്താണ്? അത് അങ്ങനെ പോപ്പുലർ ഫണ്ടിനെതിരെ അങ്ങനെ വലിയ രീതിയിൽ നടപടിയൊന്നും വേണ്ട, ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേദനിക്കുമോ എന്ന ചിന്ത ഇവിടെ പിണറായി സർക്കാരിനുണ്ടായി. അതൊന്നും ആരെങ്കിലും പരിഗണിക്കുകയാണ് ഉണ്ടായത്? കൃത്യമായി തന്നെ വിമാനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് വരുന്നു. ആരെയാണ് ആവശ്യം? ഏത് ഭീകരവാദികളുടെയാണ് ആവശ്യം? അവരെ കൃത്യമായി തന്നെ പിടിക്കുകയാണ്, തീഹാർ ജയിലിൽ എത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ പരിഗണനയും ചർച്ചയുടെയൊന്നും ആവശ്യമില്ല.